മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മൂന്നാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട നവ്യ ഹരിദാസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. നവ്യ ഹരിദാസ്, കോഴിക്കോട്ട് BJP നടത്തിയത് വലിയ മുന്നേറ്റമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് നേടാനായി എന്ന് വേണം കരുതാൻ. അവിടെയും ഇടിഞ്ഞു വീണത് ചെങ്കോട്ടയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. കോഴിക്കോട്ടെ ഈ മാറ്റത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ കൗൺസിൽ എന്ന് പറയുന്നത് ഈ കോഴിക്കോട് കോർപ്പറേഷൻ നാളിതുവരെ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും ധിക്കാരപൂർവ്വം എല്ലാ അജണ്ടകളും പാസ്സാക്കി എടുത്തിട്ടുള്ള ഒരു കൗൺസിലാണ്. പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങളെ ഒരിക്കൽ പോലും മാനിക്കാതെ ഭരണപക്ഷത്തിന്റെ മാത്രം ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിരുന്ന ഒരു കൗൺസിൽ. ഓരോ കൗൺസിലിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഐക്യകണ്ഠേന പാസ്സാക്കിയെടുക്കേണ്ട പല പ്രമേയങ്ങളും ഭരണപക്ഷത്തിന്റെ മാത്രം ആധിപത്യത്തിൽ പാസ്സാക്കിയെടുക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ടേമില് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടുള്ളത്. അതിന് ജനങ്ങൾ കൊടുത്തിട്ടുള്ള തിരിച്ചടിയാണ് ഈ തവണത്തെ ഇലക്ഷൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാർഡിൽ പോലും വിജയിച്ചത് BJP ആണ്. തീർച്ചയായിട്ടും മേയർ പൊറ്റമ്മൽ വാർഡ് എന്ന് പറയുന്നത് മേയർ സ്ഥാനാർത്ഥികളെ നിരന്തരമായിട്ട് CPM വിജയിപ്പിച്ചെടുക്കുന്ന CPMന് ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ള ഒരു വാർഡാണ്. അവിടെ BJP ആണ് വിജയിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്ന ശ്രീ മുസാഫർ അഹമ്മദ്, അദ്ദേഹം മത്സരിച്ച വാർഡ് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹമായിരുന്നു ഇത്തവണത്തെ മേയർ സ്ഥാനാർത്ഥിയും. ആ മേയർ സ്ഥാനാർത്ഥിക്കും സ്വന്തം സീറ്റ് നിലനിർത്താൻ സാധിക്കാതിരുന്ന പശ്ചാത്തലവും മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ UDF ഉയർത്തി കാണിച്ചിരുന്ന മേയർ സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് PM നിയാസ്. PM നിയാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ വമ്പിച്ച മുന്നേറ്റം കാഴ്ചവെച്ചതും NDAയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. അവിടെ NDA ആണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള പല വാർഡുകളും കരസ്ഥമാക്കിക്കൊണ്ടാണ് NDA ഇത്തവണ ഒരു മികവ് ഇലക്ഷനിൽ ഒരു മികവ് പുലർത്തിക്കൊണ്ട് 7-ൽ നിന്നും 13 എന്നുള്ള ഒരു അക്കത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണത ഒരിക്കലും ഈ ഒരു കൗൺസിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാം പാസ് അടിച്ചുകൊണ്ട് പോകുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും എതിർപ്പ് രേഖപ്പെടുത്തുന്ന സമയത്ത് ഉടൻ തന്നെ പാസ് ഇട്ട് മുന്നോട്ട് നീക്കുക, അല്ലെങ്കിൽ വോട്ടിനിട്ട് മുന്നോട്ട് നീക്കുന്ന ഒരു പ്രവണതയാണ് ഈ കോർപ്പറേഷനിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ വോട്ടിനിടുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ എല്ലാവരെയും എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിലും ഭരണപക്ഷത്തിന്റെ അടുത്തെത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു ധിക്കാരവും ധാർഷ്ട്യവുമായിരുന്നു CPMനെങ്കിൽ ഇനി മുതൽ അത് ഈ കോർപ്പറേഷനിൽ നടപ്പിലാകില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ 13 കൗൺസിലർമാരുടെയും സീറ്റുകളുടെ വില ഇപ്പോഴാണ് CPMന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ CPMന് ഭരണത്തിൽ മേൽക്കോയ്മ സാധിച്ചിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണെങ്കിലും ഇനി BJPയുടെ 13 കൗൺസിലർമാരുടെയും സ്വരം, അതിലെ പ്രതിഷേധങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ മുൻപോട്ട് വെച്ചിരിക്കുന്ന മേയർ സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞിട്ടുള്ളതും BJPയുടെ സ്വരങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഇലക്ഷനിൽ.